ഹല്ലേലൂയ. ഒരു സ്പിരിച്വൽ അവേക്കണിംഗ്, ഒരു ആത്മീയമാകുന്ന ഉണർവ് ഒരു മനുഷ്യനിൽ സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യനിൽ ആരംഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യനത് വേണം എന്ന് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ, വളരെ ഗുരുതരമാകുന്ന പ്രത്യാഘാതങ്ങൾ അത് നിമിത്തം നേരിടേണ്ടതായിട്ട് വരും. ആത്മീയ ഉണർവ് നമ്മൾ ഒത്തിരി കേൾക്കുന്ന വാക്കാണ്. ഉണർവ്, റിവൈവൽ, നമ്മൾ ഒത്തിരി കേൾക്കുന്ന വാക്കാണ്. എന്തുകൊണ്ടാണ് റിവൈവൽ അല്ലെങ്കിൽ ഉണർവ് എന്ന ഒരു കാഴ്ചപ്പാടിൽ ദൈവസഭ അല്ലെങ്കിൽ ദൈവജനം ഈ നാളുകളിൽ ഉണർന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഉണർന്നതിനു വേണ്ടി പ്രവർത്തിക്കുകയും അതിനു വേണ്ടി തന്നെ ചില യോഗങ്ങളൊക്കെ ക്രമീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് എങ്കിൽ, ഒരു മനുഷ്യനിൽ ആത്മീയ പ്രചോദനം എപ്പം മങ്ങിത്തുടങ്ങും, അതോടെ അവൻ്റെ ലൈഫിൻ്റെ എല്ലാ മേഖലയിലുമുള്ള ഉണർവിന് മങ്ങൽ സംഭവിക്കും. അവന് ക്രിസ്തീയ ജീവിതത്തിൽ ജയിക്കുക എന്ന കാര്യം വളരെ അസാധ്യമായിരിക്കും. 100-ൽ 0.5% പോലും അവന് സാധ്യത കുറവായിരിക്കും ആത്മീയ ജീവിതത്തിൽ ജയിക്കുക. അവൻ്റെ ജീവിതത്തിലേക്ക് നേരിട്ട് വരുന്ന സകല വെല്ലുവിളികളെയും അവന് ജയിക്കുക സാധ്യമായിരിക്കും. അവനെ വേഗത്തിൽ സാത്താനും അവൻ്റെ രാജ്യത്തിനും കീഴ്പ്പെടുത്തുവാൻ കഴിയും. ഇതിനെ തകർത്ത്, ഇതിനെ പ്രതിരോധിക്കുവാൻ, ഇതിനെ ജയിക്കുവാൻ ഒരാത്മീയ കെട്ടുറപ്പുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെയും പരിശുദ്ധ ആത്മാവിൻ്റെ നിറവും സഹായവും അഭിഷേകവും വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയും ദൈവരാജ്യം ഭൂമിയിലെങ്ങും സ്ഥാപിക്കപ്പെടുക എന്ന ഉദ്ദേശത്തോടെയുമാണ് ഞാൻ പറഞ്ഞ ദൈവദാസന്മാരാകട്ടെ, ദൈവസഭയാകട്ടെ, ആത്മീയ ഉണർവിന് ഇത്ര കണ്ട് പ്രാധാന്യം കൊടുക്കുന്നതും അതിനുവേണ്ടി ജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും. ഇന്ന് ആ ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിലേക്ക്, ആത്മീയ ഉണർവിലേക്ക് കർത്താവിനെ നമ്മെ കൂടെ കൊണ്ടുവരുവാൻ ആഗ്രഹം തോന്നിയിരിക്കുന്നത് കൊണ്ടും നമ്മുടെ മധ്യത്തിൽ ഈ ഒരു വചന ശുശ്രൂഷയ്ക്കായി ദൈവാത്മാവ് ഇന്ന് എന്നെ ഉണർത്തിച്ചതിനെ ഓർത്തും ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഇന്നത്തെ ആ ആത്മീയ ശുശ്രൂഷയിലേക്ക് വളരെ സന്തോഷത്തോടെ നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്, നമ്മുടെ ഈ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് വാട്സാപ്പ് വഴി ലഭിക്കേണ്ടതിന് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞങ്ങളുടെ വാട്സാപ്പിൻ്റെ കമ്മ്യൂണിറ്റി ലിങ്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ ഞങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ പ്രവേശിച്ച് ഈ കൂട്ടായ്മയിൽ നടക്കുന്ന എല്ലാ സ്പെഷ്യൽ മീറ്റിങ്ങിനെ കുറിച്ചും ഡെയിലി നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അതിനകത്തുകൂടെ ലഭിക്കുമെന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ. ചിന്തയ്ക്ക് ആധാരമായി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം നമുക്കെടുക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. 8 മുതൽ താഴേക്ക് നമുക്ക് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. നിങ്ങളെടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികൾ ആകരുത്, അവയെ ശാസിക്കയത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ആര്?
ആരോട് ചൊല്ലി? പരിശുദ്ധയാത്മാവ് പൗലോസ് ശ്ലീഹായുടെ സ്പിരിറ്റിലൂടെ എഫേസോസിലുള്ള സകല ജനത്തോടുമാണ് പറഞ്ഞതെന്ന് നമുക്ക് വായിക്കുമ്പോൾ തോന്നും. എങ്കിലും ഈ ലോകത്തിൽ ഇന്നത്തെ ഈ ലോകത്തിൻ്റെ പോക്ക് കണക്കിലെടുത്തുകൊണ്ട്, ഇന്നത്തെ ക്രിസ്ത്യൻ സഭയുടെ നിലവാരത്തെ കണക്കിലെടുത്തുകൊണ്ട്, ഇന്നത്തെ ദൈവ മക്കളുടെ ജീവിതത്തെ കണക്കിലെടുത്തുകൊണ്ട്, ഇന്ന് ഈ കൂട്ടായ്മയിലിരിക്കുന്ന ഓരോ ദൈവമക്കളുടെ കണക്കിലെടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മോട് ഈ തിരുവെഴുത്തിനകത്തുകൂടെ സംസാരിക്കുകയാണ്. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കാത്ത പക്ഷം നിനക്കൊന്നിനെയും നേരിടാനോ ജയിക്കാനോ നിലനിൽക്കാനോ കഴിയത്തില്ല. കാരണം ഒരു വാക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്, ശാസിക്കുക. ആരെയാണ് ശാസിക്കാൻ അനുവാദമുള്ളത്? ശാസിക്കുക എന്ന വാക്ക് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു യോഗ്യതയും കൂടെ മറഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു യോഗ്യത. മഹാ തെറ്റും പാപവും ചെയ്ത് ജീവിതം മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എങ്കിൽ, എൻ്റെ മുമ്പിൽ കൗൺസിലിങ്ങിനായിട്ടോ പ്രാർത്ഥിക്കാനായിട്ടോ പാപം ചെയ്ത, എന്നോളം പോലും പാപം ചെയ്യാത്ത, അല്ലെങ്കിൽ എന്നേക്കാൾ പാപം ചെയ്യുന്ന ഒരു വ്യക്തിയെ എൻ്റെ മുമ്പിൽ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ എനിക്ക് പൂർണ്ണ പ്രാഗൽഭ്യത്തോടുകൂടെ ആ വ്യക്തിയെ ശാസിക്കാൻ പറ്റുമോ? ഒന്ന്. രണ്ട്, ആ വ്യക്തിക്ക് എൻ്റെ ജീവിത രീതിയെക്കുറിച്ച് അറിയാം. ഇവൻ പാപം ചെയ്യുന്നവനാണ്, ഇവൻ്റെ രീതി ശരിയല്ല, ഇവൻ്റെ ജീവിതം ശരിയല്ല എന്ന് അദ്ദേഹത്തിന് തോന്നുമെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറയുവാണ്, നീ എന്താടാ ഇങ്ങനെ, നീ മേലിൽ ഇത് ആവർത്തിച്ചേക്കരുത്, നീ ഇങ്ങനെ ജീവിക്കാനുള്ളവനല്ല, നിന്നെ ദൈവം സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ ശാസിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ പറയും, അല്ല പാസ്റ്ററെ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, പാസ്റ്ററിന് എന്നോട് ഇത് പറയാൻ എന്തേലും ഒരു യോഗ്യത പാസ്റ്ററിനുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് പാസ്റ്ററിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാം എന്ന് ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു പോയാൽ ഞാൻ അവൻ്റെ മുമ്പിൽ ആരുടെ പേര് കേടാക്കി? ക്രിസ്തുവിൻ്റെ പേര് കേടാക്കി. ഇതുപോലെയാണ് ദൈവസഭയെക്കുറിച്ചും ഒരു ദൈവ പൈതലിനെക്കുറിച്ചും ഇരുട്ടിൽ വസിക്കുന്നവന്, അന്ധകാരത്തിൻ്റെ അധിപതിയായവന് ഒരു മനുഷ്യനെക്കുറിച്ച് A-to-Z കാര്യം, അവൻ്റെ ഫിസിക്കൽ ലൈഫിനെക്കുറിച്ച്, അവൻ്റെ ദൈനംദിന ജീവിതത്തെക്കുറിച്ച്, അവൻ്റെ ശരീരത്തിലുള്ള ജീവനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. നോട്ട് ദ പോയിന്റ്. ശരീര സംബന്ധമായ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ അവൻ എവിടെയാണ് അവൻ്റെ കഴിവ് കെട്ടുപോകുന്നത്, എവിടെയാണ് അവന് യാതൊരു പിടുത്തവും കിട്ടാത്തത് എന്ന് ചോദിച്ചാൽ, ആത്മാവിൻ്റെ ജീവിതത്തെക്കുറിച്ച്, ആത്മീയ ജീവിതത്തെക്കുറിച്ച്, സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഞാനും എൻ്റെ ദൈവവും തമ്മിൽ മാർമികമായി സംസാരിക്കുന്ന, വെളിപ്പാടുകളോടുകൂടെ സംസാരിക്കുന്ന, വളരെ ഡീപ്പായി സംസാരിക്കുന്ന, ഗുപ്തമായി സംസാരിക്കുന്ന ചില വിഷയങ്ങളെക്കുറിച്ചൊന്നും അല്ല, പല വിഷയങ്ങളെക്കുറിച്ചൊന്നും അവന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ, പിടിച്ചെടുക്കാൻ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒന്നും അവന് കഴിയത്തില്ല. ഞാൻ ഒന്നും കൂടെ പറയുന്നു, ഒരാത്മീയൻ്റെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട, ശരീര സംബന്ധമായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട, അവൻ്റെ ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അവൻ ചെയ്യുന്ന ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചുവടുവെപ്പുകളും കാര്യങ്ങളും എല്ലാം അവന് മനസ്സിലാക്കുവാൻ കഴിയും. ആർക്ക്? ഇരുട്ടിൽ വസിക്കുന്നവന്, ദുഷ്ടാത്മാവിന്, സാത്താന്, ദൈവസഭയുടെ ശത്രുവിന് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ അതേ മനുഷ്യൻ ആ ശാരീരികമാകുന്ന ചില ഒരുക്കങ്ങളോടുകൂടെ ആത്മാവിലേക്ക് കടന്ന് സ്പിരിറ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, സ്പിരിറ്റിൽ സഞ്ചരിക്കുന്ന, സ്പിരിറ്റിൽ എടുക്കുന്ന ചില ഡിസിഷനുമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഡീമണിന് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. ആമേൻ. എൻ്റെ ശരീര സംബന്ധമാകുന്ന ഒരുക്കം നിങ്ങൾക്ക് ആർക്കും നോക്കിയാലും മനസ്സിലാവും. കുളിക്കുന്നു, ഡ്രസ്സ് ചെയ്യുന്നു, പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നു, മെസ്സേജിന് വേണ്ടി തയ്യാറെടുക്കുന്നു. ഇവിടെ ആര് വന്ന് നിന്ന് നോക്കിയാലും മനസ്സിലാവും അദ്ദേഹം ഒരു തയ്യാറെടുപ്പിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ ആ
ഉന്മേഷം കാണുന്നു, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ ഒരു താല്പര്യം കാണുന്നു, ഡെഡിക്കേഷൻ കാണുന്നു, ഒരു വിശ്വസ്തത കാണുന്നു. ഇവിടെ ആര് നോക്കിയാലും മനസ്സിലാകും. അതിനുശേഷം ഞാൻ ഇവിടെ വന്നിരുന്ന അന്യഭാഷകളിൽ ആത്മാവിൽ ഞാൻ ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആർക്കും പിടികിട്ടത്തില്ല, എൻ്റെ ഭാര്യയ്ക്ക് പോലും പിടികിട്ടത്തില്ല. കാര്യം എന്താണ്? ആ മീറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുക്കമാണെന്ന് പുള്ളിക്കാരിക്ക് പിടികിട്ടി. പക്ഷേ ഞാൻ അതിനുശേഷം ഞാൻ താല്പര്യത്തോടുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാത്മീയ ഊർജത്തോടുകൂടെ ഞാൻ ചെയ്യുന്ന ആത്മീയമാകുന്ന സംഭാഷണത്തെയോ ഡിസിഷൻസിനെയോ ഞാൻ എൻ്റെ സ്പിരിറ്റിൽ ഡിസൈഡ് ചെയ്തുകൊണ്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇത് എൻ്റെ വൈഫിന് പോലും മനസ്സിലാകത്തില്ല. ഇവിടെയാണ് ആത്മീയ ഉണർവിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത്. കം ടു ദ പോയിന്റ്. ശാരീരികമായി ചില ഒരുക്കങ്ങളുണ്ട് എങ്കിലും ഉണർവ് വെളിപ്പെടുന്നത് അകത്തുനിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ 8-ാമത്തെ വാക്യം മുതൽ വായിച്ചത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. ഇരുട്ടിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് വെളിച്ചത്ത് നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും മനസ്സിലാക്കാം എന്ന് കരുതാൻ പറ്റത്തില്ല. എന്നാൽ ഇരുട്ടിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് താൻ ഇരുളിലാണ് എന്നും എനിക്ക് വെളിച്ചത്തിലേക്കൊന്ന് കടന്നാൽ മതി, ഇരുട്ടിൻ്റെ ജീവിതം ഞാൻ മടുത്തു, ഇരുട്ടിൻ്റെ പ്രവർത്തികൾ എന്നെ കൊല്ലുന്നു, ഇരുട്ടിൻ്റെ പ്രവർത്തികളെ ഇരുട്ട് ഭക്ഷിച്ച് എൻ്റെ അകവും പുറവും മുഴുവനും ഞാനൊരു ഇരുളായിരിക്കുന്നു, എനിക്ക് വെളിച്ചത്തെ കണ്ടാ മതി എന്ന ഒരു താല്പര്യം ഒരുവനിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അതിനെ സഹായിക്കും. അപ്പോൾ പൗലോസ് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഒരു കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറയുകയാണ്. നിങ്ങൾ മുമ്പേ ഇരുളായിരുന്നു എന്ന് പറഞ്ഞാൽ ഇനിയും നിങ്ങൾ ഇരുളിൽ പോകരുത് എന്നും, ഇപ്പോൾ നിങ്ങൾ വെളിച്ചത്തിലും വെളിച്ചത്തിൻ്റെ ശബ്ദവും വെളിച്ചത്തിൻ്റെ നാഥൻ്റെ മുമ്പിലുമാണ് നിൽക്കുന്നത് എന്നും താൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ മെസ്സേജിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ദൈവ മക്കളോട് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ എൻ്റെ സ്പിരിറ്റിൽ എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇരുട്ടിൻ്റെ പ്രവർത്തികളെ ശാസിക്കാൻ, ഇരുട്ടിൻ്റെ ജീവിതത്തിന് ഗുഡ് ബൈ പറയാൻ, ഇരുളിൻ്റെ പിന്തുടർച്ചകളെ കട്ട് ചെയ്ത് കളയാൻ, ഇരുട്ടിൻ്റെ സ്വാധീന വലയത്തെ തകർക്കാൻ നിങ്ങളിനി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ദിവസം ഈ സന്ദേശം ദൈവം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു സ്പെഷ്യൽ പവർ ആൻഡ് അതോറിറ്റി, ഒരു കൺസെന്റ് ഈ സന്ദേശത്തിന്റെ മധ്യത്തിൽ ദൈവം നിന്റെ മേൽ കൈമാറും. ഹല്ലേലൂയ. മുമ്പേ ഇരുളായിരുന്നു, മുമ്പേ നിങ്ങൾ പല തകർച്ചയിലായിരുന്നു, പക്ഷെ അവിടുന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തിയും കൊണ്ടുവന്നൊരു വ്യക്തിയാണ്. മുമ്പേ നിങ്ങൾ പാപിയായിരുന്നു, പക്ഷെ അവിടുന്ന് നിങ്ങളെ പിന്നെയും ദൈവം സേവ് ചെയ്ത് റെസ്ക്യൂ ചെയ്ത് നിങ്ങളെ വെളിച്ചത്തിൻ്റെ സ്ഥാനത്തേക്ക് പ്ലേസ് ചെയ്തൊരു വ്യക്തിയാണ്. മുമ്പേ നിങ്ങൾ മരിച്ചു പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു, പക്ഷെ അവിടുന്ന് ദൈവം രക്ഷപ്പെടുത്തി ജീവന്റെ അനുഭവത്തിൽ കൊണ്ടുവന്നൊരു വ്യക്തിയാണ്. മുമ്പേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയലായിരുന്നു, പക്ഷെ ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര പ്രാർത്ഥനയുടെ ഒരു തിരതള്ളിക്കയറ്റം കൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. മുമ്പേ നിങ്ങൾ ആത്മീയമായി ശോഷിച്ചൊരു വ്യക്തിയായിരുന്നു, പക്ഷെ എങ്ങനെയോ ദൈവാത്മാവ് നിങ്ങളെ സേവ് ചെയ്ത് ഇന്ന് അഭിഷേകമുള്ള ഒരു കൂട്ടായ്മയ്ക്കകത്ത് നിങ്ങളെ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം, ഈ ഒരു ആത്മീയ ഉണർവ് നിങ്ങളിൽ ഇരിക്കുന്നത് ഒരു ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. ഇന്നിപ്പോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇതിനകത്ത് 2 കൂട്ടർ കാണും. ആത്മീയ ഉണർവിൽ തീക്ഷ്ണതയോടെ ഭയങ്കര ഒരു ഉത്സാഹത്തോടെ നിൽക്കുന്നവരും, എന്നാൽ ആ അളവിൽ നിന്നിട്ട് ഡൗൺ ആയി തുടങ്ങിയില്ലേ എന്ന ഒരു റിപ്പോർട്ട് അകത്തുനിന്ന് വരുന്നൊരു വ്യക്തിയും കാണും. 2 കൂട്ടർ. ഒന്ന്, ആത്മീയ ഉത്സാഹമുള്ളവർ അത് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. 2, ഞാനിപ്പോൾ പഴയതുപോലെ ഒന്നും അല്ല, ഇരുട്ടിൻ്റെ പ്രവർത്തികളിലേക്ക് ഞാൻ വീണ്ടും തിരിഞ്ഞു പോകുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് നിങ്ങളുടെ അകത്തുനിന്നൊരു ശബ്ദം കേട്ടാൽ, നിങ്ങളുടെ മനസാക്ഷി നിങ്ങളോട് സംസാരിച്ചു തുടങ്ങുന്നുവെങ്കിൽ അതൊരു ഇൻഡിക്കേഷനാണ്, അതൊരു മുന്നറിയിപ്പാണ്. വലിയ തളർച്ചകളിലേക്കും തകർച്ചകളിലേക്കും പോകാതിരിക്കാനും നഷ്ടപ്പെട്ടു പോയ ആത്മീയ ഉത്സാഹവും ഉണർവും അഭിഷേകവും കൂട്ടായ്മയും ബന്ധവും നിങ്ങൾ തിരിച്ചു പിടിക്കാനുമുള്ള ഒരു മുന്നറിയിപ്പാണ്, ഒരു ഇൻഡിക്കേഷനാണ് നിങ്ങളുടെ അകത്തുള്ള ആ ശബ്ദം. ആത്മീയ ഉണർവിലേക്ക് കടന്നു വരിക.
ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുന്നു. തിരുവെഴുത്ത് പറയുന്നു, കർത്താവിന് പ്രസാദമായത് എന്ത്? ഇതാർക്കാ മനസ്സിലാകുന്നേ? കർത്താവിന് പ്രസാദമായത് എന്ത് എന്ന് പരിശോധിച്ചും കൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. ഞാൻ ഇങ്ങനൊരു കാര്യം പറയാം. വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, എന്ന് വെളിച്ചം കട്ടാവുന്നോ അന്ന് നിന്റെ കാല് നനയ്ക്കും. വൈദ്യുതി ഇല്ലാത്തൊരു പ്രദേശം, കയ്യിൽ കരുതിയിരുന്ന ടോർച്ചിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് ചുവട് വെച്ച ഒരു മനുഷ്യന് ടോർച്ചിനകത്ത് സേവ് ചെയ്തിരുന്ന സെല്ലിലെ ബാറ്ററി മുഴുവനും വെളിച്ചം നൽകി തീർന്നു പോയപ്പോൾ അയാൾ ലൈറ്റ് അടിച്ച് നടന്ന വേഗത കാണുമോ? എപ്പോൾ ടോർച്ച് അണയുമോ, ഏത് സെക്കൻഡിൽ ലൈറ്റ് ഓഫ് ആവുമോ, ആ സെക്കൻഡ് വരെ ഉള്ളൂ ടിക് 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 നടപ്പ്. എപ്പോൾ ലൈറ്റ് ഓഫ് ആവുമോ ടിക്, അവിടെ നമ്മൾ ഹുക്കിട്ടതുപോലെ അവിടെ നിൽക്കും. ശരിയല്ലേ? നമ്മൾ കറണ്ട് ലൈറ്റ് പോകുന്ന സമയത്ത് കറണ്ട് പോകുന്ന സമയത്ത് കിച്ചണിൽ നിൽക്കുന്ന അമ്മമാർക്കൊക്കെ കുറച്ചുകൂടെ മനസ്സിലാവും. അല്ലെങ്കിൽ ഫോൺ എപ്പോഴും കയ്യിൽ വേണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ എപ്പോഴും മനസ്സിലാവും. നമ്മൾ ഫോൺ തപ്പുന്നത് എങ്ങനെയാണ്? നേരെ പോയിട്ട് ഫോൺ ഇടുന്ന സ്ഥലത്ത് നേരെ ചെന്ന് ഇങ്ങനെ ഇരുട്ടത്ത് കൂടെ നമ്മൾ കൈയിട്ട് പിടിക്കുന്നു, എടുക്കുന്നു ടോർച്ച്. അല്ല, എങ്ങനെ തപ്പ്? നമ്മൾ ഈ തപ്പ അല്ലേ? ഈ തപ്പ മെല്ലെ തപ്പി തടവി നോക്കി. തീപ്പെട്ടിയോ കിച്ചണിലൊക്കെ ആണെങ്കിൽ തീപ്പെട്ടി ഇങ്ങനെ തപ്പും. ലൈറ്റർ ആണെങ്കിൽ ലൈറ്റർ ഇങ്ങനെ തപ്പും അല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ, ഇരുട്ടൊരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ, കറേജിനെ, കോൺഫിഡൻസിനെ എത്രത്തോളം ബന്ധിച്ച് നിർത്തുന്നു എന്ന്. നന്നായിട്ട് കിച്ചണിൽ കുതിര പോലെ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി സഡൻലി കറണ്ട് പോയ സമയത്ത് ഒരു അംഗവൈകല്യമുള്ള ഒരു വ്യക്തിയെ പോലെ തപ്പി തടയുന്ന ഒരവസ്ഥ. അതുവരെ സുഖമായിട്ട് TV ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന അച്ചാച്ചൻ കറണ്ട് പോയ സമയത്ത് അന്ധനെ പോലെ ഫോൺ എവിടെയും തപ്പിത്തടയുന്നൊരവസ്ഥ. ഇരുട്ടൊരു വ്യക്തിയുടെ ജീവിതത്തിൽ കയറിയാൽ ഇതിലും വലിയൊരു എക്സാമ്പിൾ ഇനി പറയാൻ പറ്റുമെന്ന് ഡൗട്ടാ. തപ്പിത്തടയും. ഇന്ന് ഈ സന്ദേശത്തിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ജീവിതത്തിൽ തപ്പിത്തടയുന്ന ഒരു സന്ദർഭത്തിലല്ലേ താങ്കൾ ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുന്നേ? ഒരു ജോലിക്ക് വേണ്ടി തപ്പിത്തടയുന്നു, ഒരു വിടുതലിന് വേണ്ടി തപ്പിത്തടയുന്നു, ഒരു സന്തോഷത്തിന് വേണ്ടി തപ്പിത്തടയുന്നു. ഏത് സന്ദേശം കേട്ടാൽ സന്തോഷം കിട്ടും, ഏതൊരു വ്യക്തിയുടെ മെസ്സേജ് കേട്ടാൽ ഒരു ബലം കിട്ടും. ശരിയല്ലേ? ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ ഇരുളിനെ തേടിപ്പോയി എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇരുള് നിന്നെ അനുഗമിക്കും. ഞാൻ ഇത് ഡിക്ലെയർ ചെയ്യാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ എനിക്കൊരു നിയോഗം പരിശുദ്ധാത്മാവ് തരുന്നു. ഇരുളിനെ തേടിപ്പോവല്ല, പക്ഷെ വെളിച്ചത്തിൽ നിൽക്കുന്ന നിന്നെ മൂടിക്കളയുമെന്ന വെല്ലുവിളിയോടെ നിന്നെ അനുഗമിക്കുന്ന ചില ഇരുളുകൾ, പണ്ടത്തെ അവകാശം പറഞ്ഞ് മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ വെളിച്ചത്തിലുള്ളവരാകുന്നു എന്ന് പൗലോസ് പറയുന്നെങ്കിലും മുമ്പ് ഇരുളായിരുന്നു എന്ന വാദം കൊണ്ട്, മുമ്പ് ഇരുളായിരുന്നു എന്ന ഒരു അവകാശം കൊണ്ട്, മുമ്പേ എന്റേതായിരുന്നു എന്ന അവകാശം കൊണ്ട് ഇന്നും നിങ്ങളെ പിന്തുടരുന്ന ചില ഇരുളിന്റെ അനുഗമന ശക്തികൾ, ഇരുളിന്റെ പിന്തുടർച്ചയുടെ വേരുകൾ, അതിന്റെ ചെയിനുകൾ ഇപ്പോൾ ഈ മെസ്സേജിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അതിനെ കട്ട് ചെയ്യുകയാണ്. ഓ ജീസസ്, ആത്മാവിനോട് വ്യക്തമായി പറയുന്നു, അതിനോട് വേട്ടയാടാൻ, അതിനോട് പൊരുതുവാൻ, അതിനെ വെട്ടി തകർക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ദിവ്യ ശക്തി ചിലരുടെ മേൽ ഈ സെക്കൻഡിൽ ദൈവാത്മാവ് റിലീസ് ചെയ്യാണ്. ഗ്ലോറിയസ് കർത്താവിനോട് വ്യക്തമായിട്ട് എൻ്റെ സ്പിരിറ്റിൽ പറയുന്നു, അങ്ങനത്തെ രീതിയിൽ അനുഗമിക്കുന്ന, ആ ഇരുൾ അനുഗമിച്ചിട്ട് വിടാതെ പിന്തുടരുന്ന ചില ദൈവമക്കൾ ഇന്നത്തെ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നു. അവർക്ക് ദൈവം ഒരു വിടുതൽ നൽകുകയാണ്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇത് ഭയങ്കര ഒരു ക്ലെയിമാണ്. മുമ്പേ നീ അതായിരുന്നു, മുമ്പേ നീ ഇതായിരുന്നു. നിങ്ങൾക്കൊരു സത്യം അറിയാം, ഇത് പറയുന്നത് ഇവൻ മാത്രം, ഇവനും ഇവന്റെ മക്കൾ മാത്രമേ ഉള്ളൂ. ആരാന്നറിയാം? സാത്താനും സാത്താന്റെ മക്കളും, പോഷ്കിന്റെ അപ്പനും പോഷ്കിന്റെ അപ്പന്റെ മക്കളും. എന്താണെന്നറിയോ? മുമ്പേ നീ അങ്ങനെ അല്ലായിരുന്നോടാ, മുമ്പേ നീ ഇങ്ങനെ അല്ലായിരുന്നോടാ, നീ എങ്ങനെ എവിടെ വരെ എത്തിയെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാടാ. മുമ്പേ നീ അതല്ലായിരുന്നു, മുമ്പ് നിനക്ക് ആ സ്വഭാവം അല്ലായിരുന്നു. എപ്പോഴേലും യേശു ഏതെങ്കിലും ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു വന്നതിന് ശേഷം നമുക്ക് 12 ശിഷ്യന്മാരെ അറിയാം.
12 ശിഷ്യന്മാരെയും അറിയാം. ഈ 12 ശിഷ്യന്മാരാരും സെയിന്റ് അല്ലായിരുന്നു, ആണോ? ഇവരാരും വിശ്വസ്തരും അല്ലായിരുന്നു, വിശുദ്ധന്മാരും അല്ലായിരുന്നു. ഇവരെയൊക്കെ കർത്താവ് രക്ഷയിലേക്ക് വിളിച്ച് ഇവരൊക്കെ ബാപ്റ്റിസം കഴിഞ്ഞ് ക്രിസ്തുവിൻ്റെ കൂടെ ചേർന്ന ഏതെങ്കിലും ഒരു ദിവസം 3.5 വർഷക്കാലത്തിനിടയിൽ ഒരിക്കലെങ്കിലും പാരമ്പര്യത്തെക്കുറിച്ചോ പണ്ടത്തെക്കുറിച്ചോ പണ്ടത്തെ സ്വഭാവത്തെക്കുറിച്ചോ ഇവർ തെറ്റ് ചെയ്തിട്ട് പോലും കുത്തി നോവിക്കുകയോ നിന്നെ എവിടുന്നാ ഞാൻ എടുത്തുകൊണ്ട് വന്നെന്ന് നീ ഓർത്തോണം എന്നൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കുകയോ ഒരു സാധാരണ മാനുഷിക തലത്തിൽ സംസാരിക്കുകയോ ചെയ്തിട്ടുള്ളതായി നമുക്ക് യേശുവിൽ നിന്ന് എടുക്കാനില്ല. കാര്യം എന്താണ്? കാര്യം ഇതാണ്. കാരണം വെളിച്ചം. എവിടെ നമ്മളെ ഇരുട്ട് സ്വാധീനിക്കുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നാം നമ്മിൽ തന്നെ നോക്കിയാൽ മതി. നമ്മളിൽ നിന്ന് വെളിച്ചത്തിൻ്റെതല്ലാത്ത സിഗ്നൽസ് പുറപ്പെടും. വെളിച്ചത്തിൻ്റെതല്ലാത്ത പ്രവർത്തികൾ പുറപ്പെടും. വെളിച്ചത്തിൻ്റെതല്ലാത്ത ടെംപ്റ്റേഷൻസ് പുറപ്പെടും. വെളിച്ചത്തിൻ്റെതല്ലാത്ത കൾച്ചർ പുറപ്പെടും. വെളിച്ചത്തിൻ്റെതല്ലാത്ത സംസാരം പുറപ്പെടും. ഹല്ലേലൂയ. എന്നാൽ എവിടെ വെളിച്ചത്തിൻ്റെ സ്വഭാവം ഉണ്ടോ അവിടെ തളിർത്തു വളരുന്നൊരു അനുഭവമുണ്ട്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയിൽ നിന്നൊരു വേർഡ് പുറപ്പെട്ടാൽ അവിടെ വാടിക്കുഴഞ്ഞ് ചീര പോലെ ഇരിക്കുന്നവൻ ചാടി എഴുന്നേറ്റ് വാഴ പോലെ നിൽക്കും. വാഴ പോലെ നിൽക്കും മീൻസ് വേറെ നിങ്ങൾ മീൻ ചെയ്യേണ്ട, കുലച്ച് നിൽക്കും. അങ്ങനെ എടുത്താൽ മതി. ഹല്ലേലൂയ. അവൻ ചാടി നിവർന്ന് നിൽക്കും, തെങ്ങ് പോലെ നിൽക്കും. ഇപ്പം സന്തോഷമായില്ലേ? തെങ്ങ് പോലെ നിൽക്കും അവൻ. എവിടെ ഡൗൺ ആയിട്ടിരിക്കുന്നു. അതുകൊണ്ടല്ലേ വാടിക്കുഴഞ്ഞതുപോലെ കൂനിയായിട്ടിരുന്ന സ്ത്രീ എൻ്റെ യേശു തൊട്ടതും ചാടി നിന്നു. കൽപ്പവൃക്ഷം പോലെ അവർ നിന്നു, ഇല്ലേ? ഇതാണ് കാര്യം. യേശുവിൻ്റെ കൂടെ നടന്നപ്പോഴും ശിഷ്യന്മാരിൽ ചിലപ്പോൾ ഇരുട്ട് സ്വാധീനിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇല്ല എന്ന് പറയാനൊക്കത്തില്ല. ഇരുട്ട് സ്വാധീനിക്കുന്ന അവിശ്വാസം, അത് ഇരുട്ടിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അഹങ്കാരം ഇരുട്ടിൻ്റെ ഒരു പ്രവൃത്തിയാണ്. ഞങ്ങളിൽ വലുതാര്? ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവനാര്? അപ്പോസ്തലന്മാരിൽ ഏറ്റവും വലിയവനാര്? പൗലോസോ അപ്പല്ലോസോ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള സംശയം, ഇതൊക്കെ ഇരുട്ടിൻ്റെ ഒരു പ്രവൃത്തിയാണ്. പക്ഷെ ദൈവാത്മാവ് നമുക്ക് തിരുവെഴുത്തിലൂടെ ബോധ്യം തരികയാണ്, മക്കളെ, അത് മുമ്പ് ഇരുട്ട് മുമ്പാ, ഇപ്പം വെളിച്ചമാ. നിങ്ങൾ മുമ്പ് ഇരുട്ടിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നവരാ. ഒരു മാറ്റവും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ വെളിച്ചത്തിൻ്റെ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് സപ്ലൈ തുടങ്ങിയതിന് ശേഷം ഇന്നുള്ള മാറ്റം മുഴുവനും ആ വെളിച്ചത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചതാ. ഇന്ന് ഞാൻ ആത്മാവിലൊരു കാര്യം പറയട്ടെ. വെളിച്ചത്തിൽ നിന്ന് പലതും സ്വീകരിച്ചിട്ടും ഇപ്പോഴും ഇരുട്ടിന് കൂലി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഒന്നുകൂടെ, വെളിച്ചത്തിൽ നിന്ന് പലതും ലഭിച്ചിട്ടും ഇരുട്ടിന് കൂലി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് തിരിഞ്ഞു വാ. നിന്റെ സമ്പാദ്യം പോലും, നിന്റെ നന്മ പോലും, നിങ്ങളുടെ അധ്വാന ഫലം പോലും, നിങ്ങളുടെ ആരോഗ്യം പോലും, നിങ്ങളുടെ സൗന്ദര്യം പോലും, നിങ്ങളുടെ ബന്ധങ്ങൾ പോലും കാർന്നു തിന്നുന്ന ഇരുട്ടിന്റെ വായെ ബന്ധിക്ക്, ഇരുട്ടിന്റെ പ്രവൃത്തികളെ ശാസിക്ക്, ഇരുട്ടിന്റെ ക്രിയകളെ ജയിക്ക്. വെളിച്ചത്തിന്റെ മക്കളായി, ക്രിസ്തുവിന്റെ അനുയായികളായി, ദൈവഭാവമുള്ള ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടവകാശിയായി ഈ സെക്കൻഡ് മുതൽ മാറ് ആത്മീയ ഉണർവ് നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കുന്നതിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് അത്. ഹല്ലേലൂയ. അനുഗമനം. എന്നെ അനുഗമിക്കുന്നത് ദൈവദൂതന്മാരോ ദൈവത്തിൻ്റെ ആത്മാവോ അല്ലാതെ ഇരുളിൻ്റെ ആത്മാവിനെ എന്നെ അനുഗമിക്കാൻ ഒരു റൈറ്റും ഇല്ല. ഇത് ആത്മീയമായ ഒരു ഉണർവുള്ള ഒരു മനുഷ്യൻ, ഒരു ആത്മീയ ഊർജമുള്ള ഒരു മനുഷ്യന് മാത്രം കൽപ്പിക്കാൻ കഴിയുന്നതും അവൻ അങ്ങനെയുള്ളൊരു വ്യക്തിയിൽ നിന്ന് പുറപ്പെടുന്ന കൽപ്പനകളെ മാത്രമേ അശുദ്ധാത്മാക്കൾ ഭയപ്പെടുന്നുള്ളൂ എന്നുള്ളത് ഒരു വാസ്തവമാണ്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. കർത്താവിൻ്റെ രണ്ടാം വരവ് വരെയും കർത്താവിൻ്റെ രണ്ടാം വരവോളവും ഇരുട്ടിൻ്റെ ശക്തികൾ ദൈവസഭയെയും ദൈവമക്കളെയും പിന്തുടരും. യേശുവിനെ പോലും താൻ പാപമില്ലാതെ പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായി ഭൂമിയിലേക്ക് പിറന്നു വീണിട്ട് പോലും സാത്താൻ അറ്റൻഡ് ചെയ്തു എന്നുള്ളത് ഭയത്തോടെ നോക്കേണ്ട ഒരു കാര്യമാണ്. ടെംപ്റ്റേഷൻസിലൂടെ
യേശുവിലുള്ള ആ സ്പിരിച്വൽ എനർജിയെ ഡ്രെയിൻ ചെയ്ത് കളയാൻ, സ്പിരിച്വൽ എനർജിയെ സ്റ്റീൽ ചെയ്യാൻ വേണ്ടി, മോഷ്ടിച്ച് കളയാൻ വേണ്ടി. ഇവൻ എടുത്തുകൊണ്ട് പോകാനൊന്നും ഒക്കത്തില്ല, പക്ഷെ ചോർത്തിക്കളയാൻ പറ്റും. മനസ്സിലായോ? നിങ്ങളിൽ നിന്ന് ചോർത്തിക്കളയുന്ന അഭിഷേകം പുള്ളി കോരിയെടുത്ത് അദ്ദേഹത്തിൻ്റെ കിങ്ഡത്തിൽ കൊണ്ട് വെക്കുന്നൊന്നുമില്ല. ചോർത്തിക്കളയുക, അഭിഷേകം ചോർത്തിക്കളയുക, ആത്മശക്തി ചോർത്തിക്കളയുക, ബന്ധങ്ങൾ ചോർത്തിക്കളയുക, നിങ്ങളുടെ അധ്വാന ബലം ചോർത്തിക്കളയുക. നിങ്ങളെന്ന വ്യക്തിയെ ഒരു ഇരുട്ട് കുപ്പായത്തിനകത്ത് അടച്ച, ഇരുട്ട് തുറങ്കിനകത്ത് അടച്ച ഒരു അടിമയാക്കി മാറ്റുക. ഇതാണ് ആത്മീയ ഉണർവിൻ്റെ എതിരാളിയുടെ ലക്ഷ്യം. ഹൽബാന ഹസ്തോ റിഗാന്തേരിയ. നമുക്കിതിനൊരു ആത്മീയ യുദ്ധം എന്ന് വിളിക്കുന്നതിലും തെറ്റില്ല, ആത്മയുദ്ധം എന്ന് വിളിക്കുന്നതിലും തെറ്റില്ല. എന്നാൽ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ മുമ്പേ ഇരുളായിരുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും അവർ നിന്നെ അറ്റൻഡ് ചെയ്യും. കാരണം നിങ്ങളെ അറിയാം, നിങ്ങളുടെ ബയോഡേറ്റ അറിയാം, നിങ്ങളുടെ ഹിസ്റ്ററി അറിയാം, നിങ്ങളുടെ ടേസ്റ്റ് ആൻഡ് വോൺസ് അറിയാം. ഇരുട്ടിൻ്റെ ശക്തികൾക്ക്, ഇരുട്ടിൻ്റെ കൺട്രോളിങ് യൂണിറ്റിന് നിങ്ങളുടെ ടേസ്റ്റ് ആൻഡ് വോൺസ് അറിയാം. സോ വീണ്ടും അത് നിങ്ങളെ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ദൈവിക അവിശ്വസ്തതയാണ് എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം നിങ്ങളെ എത്ര പ്രഷ്യസ് ആയിട്ടാണ് എണ്ണിയേക്കുന്നതെന്നാണ് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തിരുവെഴുത്തിൽ പറയുന്നു, കർത്താവിൻ്റെ പ്രസാദം നോക്കുക. മനുഷ്യനെ പ്രസാദിപ്പിക്കേണ്ട കേട്ടോ. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന ആരാധന, മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന സംസാരം, മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന ശുശ്രൂഷ, മനുഷ്യന് പുളകം കൊള്ളുന്ന രീതിയിലുള്ള സംഭാഷണം, കർത്താവിൻ്റെ പ്രസാദമാണ് എൻ്റെ ലക്ഷ്യം. ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ദൈവത്തിൻ്റെ പ്രസാദമാണ് എനിക്ക് മുഖ്യം, ദൈവത്തിൻ്റെ പ്രസാദമാണ് എൻ്റെ ലക്ഷ്യം. ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തോ. എനിക്ക് മനുഷ്യൻ പ്രസാദിച്ചില്ലതിലൂടെ ഒരു വിഷയമില്ല, എനിക്ക് ദൈവത്തിൻ്റെ പ്രസാദം. അയ്യോ അതൊക്കെ വലിയ സബ്ജക്റ്റാട്ടോ, വലിയ സബ്ജക്റ്റാണ്. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചും കൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. ഈ വെളിച്ചത്തിലുള്ളവന് ബ്ലോക്കില്ല. എത്ര പേർക്ക് അറിയാതെ? വെളിച്ചത്തിലുള്ളവന് ബ്ലോക്കില്ല. അവൻ്റെ ലൈഫിൽ സ്റ്റാഗ്നേഷൻസ് ഇല്ല, വരത്തില്ലെന്നല്ല, അവനെന്നെ ജയിക്കാൻ പറ്റും. അവൻ്റെ ലൈഫിൽ ഡിലേ ഇല്ല. വെളിച്ചത്തിൽ നടക്കുന്ന ഒരു മനുഷ്യന് കാല് പതറി കണ്ടിട്ടുണ്ടോ? ഇല്ല. വെളിച്ചത്തിൽ നടക്കുന്ന ഒരു മനുഷ്യന് തപ്പുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടുത്തെ വെളിച്ചം, ഈ വെളിച്ചം നമ്മുടെ മേൽ വന്നാൽ നമുക്ക് കണ്ണും നമ്മുടെ കാലും എല്ലാം മനസ്സും എല്ലാം ഒരുപോലെ മുന്നേറും. ചിലതിന് ഇരുട്ട് ബ്ലോക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയാമോ? മനസ്സിനൊരുക്കമുണ്ട്, പക്ഷെ ശരീരത്തിന് അങ്ങോട്ട് ആ ഒരു ഒരുക്കം വരുന്നില്ല, ബുദ്ധിക്ക് ആ ഒരു ഒരുക്കം വരുന്നില്ല. പിന്നെ പിന്നെ ആട്ടെ മറിച്ചിടും. ഇത് ഇരുട്ടിൽ നടക്കുന്ന വ്യക്തിയുടെ ലക്ഷണമാണ്, അല്ലെങ്കിൽ ഇരുട്ട് സ്വാധീനിച്ചൊരു വ്യക്തിയുടെ ലക്ഷണമാണ്. എന്നാൽ വെളിച്ചത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ചിന്തിക്കുന്നു, ബുദ്ധി അപ്രൂവ് ചെയ്യും, ശരീരം അപ്രൂവ് ചെയ്യും, അവയവങ്ങൾ അപ്രൂവ് ചെയ്യും. കം ലെറ്റ്സ് ഗോ. അയാൾ പോവും, ആ കാര്യം അയാൾ ചെയ്യും. ആമേൻ. ഇതാ വെളിച്ചത്തിൽ നടന്നുകൊള്ളുവിൻ. ഇന്ന് ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിന്നെ ഇരുട്ടിൻ്റെ ആ ഒരു സ്റ്റേജിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തുന്ന ഒരു ദിവസമായിരിക്കും ഇത്. ഇരുട്ടിൻ്റെ അനുഭവത്തിൽ നിന്ന്, ഇരുട്ടിൻ്റെ കൂടാരം പൊളിച്ച് വെളിച്ചത്തിൻ്റെ തട്ടിലേക്ക് ഒരു അസെൻഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാത്മാവ് റിലീസ് ചെയ്യാൻ പോകുവാണ്. ഈ ദൈവ സാന്നിധ്യത്തോട് പ്രതികരിക്കുന്ന, ഈ ദൈവ സാന്നിധ്യത്തോട് റെസ്പോണ്ട് ചെയ്യുന്ന ചില വ്യക്തികളോട് ദൈവാത്മാവ് പറയുന്നു, വീടിന് മാറ്റം കാണത്തില്ല, അതിരുകൾക്ക് മാറ്റം കാണത്തില്ല, വീടിന് അടിച്ചിരിക്കുന്ന പെയിന്റിന്റെ നിറത്തിന് മാറ്റം കാണത്തില്ല, പക്ഷേ ആ അറ്റ്മോസ്ഫിയറിനകത്ത് ഈ വേർഡ് പ്രവചനപദമായി വീഴുകയാണ്. നിങ്ങൾ ഇരിക്കുന്ന അറ്റ്മോസ്ഫിയറിനകത്ത് ഈ വേർഡ് പ്രവചനപദമായി വീഴുകയാണ്. നിന്നെ ആ ഇരുട്ടിന്റെ അനുഭവത്തിൽ നിന്നും അന്തരീക്ഷം ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരസെൻഷൻ വെളിച്ചത്തിലേക്ക് പരിശുദ്ധാത്മാവ് താങ്കളെയും കുടുംബത്തെയും ലിഫ്റ്റ് അപ്പ് ചെയ്യാണ്. ആമേൻ പറയുക. സകല സൽഗുണവും കണ്ടോ, ഒരു വ്യക്തിയുടെ നേച്ചറിൽ വരുന്ന വ്യത്യാസം കണ്ടോ, ഒരു വ്യക്തിയുടെ കൾച്ചറിൽ വരുന്ന വ്യത്യാസം കണ്ടോ. വെളിച്ചത്തിൽ കയറിയ പിന്നെ എല്ലാം അവന് പോസിറ്റീവാണ്, പിന്നെ അവനെല്ലാം നന്മ ചെയ്യണമെന്ന് തോന്നും. ഒന്നിനും മനസ്സില്ലാതിരിക്കുന്ന ആരും എന്നെ കേൾക്കുന്നുണ്ട് കേട്ടോ. പ്രാർത്ഥിക്കാനും മനസ്സില്ല. എൻ്റെ പൊന്നെ പാസ്റ്ററെ, വചനം പാസ്റ്റർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ, ആമേൻ പറയാന്ന് പറഞ്ഞാൽ ഈ കൈ ഇങ്ങോട്ട് പൊക്കാനും ഒരു മനസ്സില്ല പാസ്റ്ററെ, ഒരു ആമേൻ പറയാനും മനസ്സില്ല പാസ്റ്ററെ,
ഒരു നന്മയും ചെയ്യാൻ മനസ്സില്ല പാസ്റ്റർ, വീട്ടിലെ പണി പോലും ചെയ്യാൻ പറ്റുന്നില്ല പാസ്റ്ററെ, ഒന്നിനും ഒരു മനസ്സില്ല എൻ്റെ ബ്രദറെ എന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്ത് ഉണ്ട്. അവരോട് ദൈവാത്മാവ് പറയുന്നു, സകല സൽഗുണവും നീതിയും സത്യവും അല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. എന്തിനാ ഈ സന്ദേശം നിങ്ങളുടെ കാതുകളിൽ എത്തിച്ചെന്നറിയാമോ? ഈ ഒരു ഫലം നിങ്ങളിൽ ആക്ടിവേറ്റ് ചെയ്ത് തരാനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുടുംബമേ, ദൈവം ഏറ്റവും സ്നേഹിക്കുന്ന മിത്രമേ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. നിങ്ങളിൽ പലതും ഇരുട്ട് കയറി മ്യൂട്ട് ചെയ്തിട്ടിരിക്കുമ്പോഴും, ഇരുട്ട് കയറി ഡീആക്ടിവേറ്റ് ചെയ്തിട്ടിരിക്കുമ്പോഴും, ഇരുട്ട് കയറി സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുമ്പോഴും നമ്മൾ എങ്ങനെ ആക്റ്റീവായി പ്രവർത്തിക്കും? ഇരുട്ട് കയറിയാൽ അവനവിടെ അല്പസമയമേ ഉള്ളൂ എന്ന് കണ്ട് അവൻ സഡൻലി നിങ്ങളുടെ എനർജി എവിടെയൊക്കെയാണ് നിങ്ങൾ സ്റ്റോർ ചെയ്തേക്കുന്നത് അവിടെയെല്ലാം അവൻ സ്കാൻ ചെയ്ത് സഡൻലി ടിക് 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 എല്ലാം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കളയും. എല്ലാം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കളയും, സസ്പെൻഡ് ചെയ്ത് കളയും. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അകത്ത് ഇരുട്ട് കയറി സ്വഭാവത്തിൽ വ്യാപിച്ച്, ബുദ്ധിയിൽ വ്യാപിച്ച്, സംസാരത്തിൽ വ്യാപിച്ച്, പ്രവൃത്തികളിൽ വ്യാപിച്ച്, മനോഭാവങ്ങളിൽ വ്യാപിച്ച്, ക്യാരക്ടറിൽ വ്യാപിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾ ആത്മമണ്ഡലത്തിൽ നിന്ന് സസ്പെൻഡഡ് ആയിരിക്കും. ആത്മീയ ലോകത്തിൽ നിന്ന് നിങ്ങളെ എപ്പോഴും, അതിന് എത്രയോ മുമ്പേ നിങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കും. കാരണം നിങ്ങൾക്ക് തുടരാൻ കഴിയത്തില്ല. ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അഴിമതി കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ ഇരിക്കാൻ പറ്റുമോ? നിങ്ങൾ പറ. പ്രവൃത്തിക്കൊത്ത ശിക്ഷ കിട്ടും, ഏറ്റവും കുറഞ്ഞൊരു സസ്പെൻഷൻ എങ്കിലും കിട്ടും. ഇത് തന്നെ കിട്ടുന്നത് നമുക്ക് സസ്പെൻഷൻ, നമ്മളെ സസ്പെൻഡ് ചെയ്ത് കളയും. കാരണം നമ്മളെല്ലാവരും ഒരു കിങ്ഡം ഓഫ് ഗ്ലോറിയിൽ വർക്ക് ചെയ്യുന്നവരാണെന്നാണ് എൻ്റെ വിശ്വാസം. ദൈവരാജ്യത്തിന് കീഴിൽ, ദൈവരാജ്യത്തിൻ്റെ നിയന്ത്രണ പരിധിക്കകത്ത്, ദൈവരാജ്യത്തിൻ്റെ ഔദ്യോഗിക പദവികളിൽ വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അവിടെ നമ്മൾ ഇരുന്നിട്ട് ഇരുട്ടിൻ്റെ വേല ചെയ്താൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മൾ പാകിസ്ഥാന് ചാരപ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യയിൽ വെച്ചേക്കൂലേ? നിങ്ങൾ പറ. അപ്പൊ സസ്പെൻഡ് ചെയ്യും. അത് ആദ്യമേ കയറി സംഭവിക്കരുത്. നമ്മളിൽ ഇരുട്ട് കയറുമ്പോൾ നമ്മളുടെ ഉത്സാഹവും നമ്മുടെ പ്രവൃത്തികളെല്ലാം നമ്മൾ ആർക്കും പ്രയോജനമുള്ളൊരു വ്യക്തിയാകത്തില്ല. ഒരു തരത്തിലും നമ്മളെ കൊണ്ട് പ്രയോജനപ്പെടാനൊക്കത്തില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്, ഇപ്പോൾ അത് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന, നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഒരു അനുഗ്രഹമായിരുന്നൊരു വ്യക്തിയായിരുന്നു, ആ കാലത്ത് നിങ്ങൾക്ക് എന്തായാലും സന്തോഷവും ഉണ്ടായിരുന്നിരിക്കണം. നിങ്ങളൊരു നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം, എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലെസ്സിങ് എവിടുന്നെങ്കിലുമൊക്കെ വന്ന് കയറിയിരിക്കണം. ഇല്ലാതിരിക്കാനൊക്കത്തില്ല. എന്നാൽ മെല്ലെ 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 ആ സൽഗുണങ്ങളും, നല്ല പ്രവൃത്തി, നല്ല നടപ്പ്, നല്ല സംസാരം, നല്ല ദാനപ്രവർത്തികൾ, നല്ല കൊടുക്കൽ വാങ്ങലുകൾ, നല്ല ബന്ധങ്ങൾ എല്ലാം ഉണ്ടായിരുന്ന നിങ്ങളിൽ മെല്ലെ പല കാര്യങ്ങളും മ്യൂട്ട് ചെയ്ത് ഡീആക്ടിവേറ്റ് ചെയ്ത് ഇരുട്ട് കയറി നിങ്ങളുടെ ആ ഒരു ദൈവിക നേച്ചർ പോലും നഷ്ടമാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ നമ്മളിപ്പോൾ വളരെ ഭയത്തോടെ പറയേണ്ടിയിരിക്കുന്നു, നിങ്ങളെ കാരണം നിങ്ങളെ ദൈവത്തിനും വിരോധമായ ഒരു വ്യക്തിയാക്കി ഇതിനകത്ത് ഇരുട്ട് തീർക്കും. ദൈവത്തോട് തർക്കിക്കുന്നു, ദൈവത്തോട് വാദിക്കുന്നു, എന്തോന്ന് ബൈബിള്, എന്തോന്ന് പ്രാർത്ഥന, എന്തോന്ന് ദൈവദാസന്മാർ, എന്തോന്ന് പ്രസംഗം, എന്തോന്ന് പ്രവചനം, എല്ലാം കള്ളം. എൻ്റെ ജീവിതത്തിൽ ഒന്നും നടന്നില്ല, ഒരു പ്രവചനവും നടന്നിട്ടില്ല, ഒരു ദൂതും നടന്നിട്ടില്ല, എല്ലാം വെറുതെ എന്ന് നമ്മൾ വാഗൊണ്ട് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഉള്ളുകൊണ്ട് പറയിക്കുമ്പോഴേക്കും നമ്മൾ അവിടെ സസ്പെൻഡഡ് ആയി കഴിയും. ഇത് ദുഷ്ടന്റെ പ്രവൃത്തിയാട്ടോ, ഇത് ദൈവം ചെയ്യുന്നതല്ല. കാരണം എന്നെയും നിങ്ങളെയും ആ സ്പിരിച്വൽ കണ്ടിന്യൂറ്റിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കളയുക, എന്നാലേ അവൻ്റെ കാര്യം നടക്കുള്ളൂ. ഇന്നത് കണ്ട് ഉണർന്ന് പ്രവർത്തിക്കുന്ന യഹൂദ ഗോത്രത്തിൻ്റെ സിംഹത്തിൻ്റെ മക്കളാണ് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്നത്. ആമേൻ. അങ്ങനെയുള്ള ഒരുവനാണ് സംസാരിക്കുന്നത് എന്നും കൂടെ ഉള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ.
സോ അങ്ങനെ ആരെങ്കിലും ഇന്നുണ്ടെങ്കിൽ നിങ്ങൾ സകലതും റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് ഇപ്പം പറയണം. ആഹാ, അങ്ങനെയാണോ? ഇരുട്ടിൻ്റെ പ്രവൃത്തി കയറിയാണോ എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത്? അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇരുട്ട് എൻ്റെ അകത്ത് കയറി മ്യൂട്ട് ചെയ്തതെല്ലാം ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ശാസിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുക. സകലതും റീസ്റ്റാർട്ട് ചെയ്യപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ അകത്തെ നല്ല വരങ്ങൾ, നല്ല ഫലങ്ങൾ. ഇത് ഒരു വചനം കൂടെ തരാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:10 പറയുന്നു, സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം എന്ന് പറയുമ്പോൾ നിങ്ങളിൽ സൽഗുണങ്ങളെ എന്ന് പറഞ്ഞാൽ നല്ല പ്രവർത്തികൾ എന്തോ, നിങ്ങൾ എന്തെല്ലാം നന്മ ചെയ്തുകൊണ്ടിരുന്നോ, നിങ്ങളിൽ എന്തെല്ലാം നല്ല ഗുണങ്ങൾ ഉണ്ടായിരുന്നോ, അതിനെ എല്ലാം ഇപ്പോൾ കേടുവരുമാറാക്കിയതും നീതിയും, നിങ്ങളെ കൊണ്ട് എന്തെല്ലാം അനീതി ചെയ്യിക്കാൻ പറ്റുമോ ആ നീതിയെ മറിച്ച് അനീതിയാക്കിയതും സത്യവുമല്ലോ, നിങ്ങളെ കൊണ്ട് എന്തെല്ലാം കള്ളം ചെയ്യാൻ പറ്റുമോ, ഇരുട്ടിൽ എന്തെല്ലാം പ്രവൃത്തി ചെയ്യിക്കാൻ പറ്റുമോ ആ പ്രവൃത്തി ചെയ്ത സത്യത്തെ മറിച്ചു കളഞ്ഞതുമാകുന്ന സാത്താനീയ പ്രവൃത്തികളാകുന്ന ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളെ ഇന്ന് ശാസിക്കുമ്പോൾ, ഇന്ന് നിങ്ങൾ ആത്മാവിൽ ഈ സത്യം തിരിച്ചറിഞ്ഞ് ശാസിക്കുമ്പോൾ, നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നതും റിന്യൂ ചെയ്യാൻ പോകുന്നതും റിസ്റ്റോർ ചെയ്യപ്പെടാൻ പോകുന്നതുമാകുന്ന പ്രവൃത്തികളാണ് എഫേസ്യർ 5:10. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. സോ നിങ്ങൾ ഇരുട്ടിന്റെ പ്രവൃത്തികളെ ശാസിക്കുമ്പോൾ വെളിച്ചത്തിന്റെ ഫലങ്ങൾ ഓപ്പൺ ആകും. നിങ്ങൾ ഇരുട്ടിന്റെ പ്രവൃത്തികളെ, നിഷ്ഫല പ്രവൃത്തികളെ ശാസിക്കുമ്പോൾ നിങ്ങൾ ഫലമുള്ള മനുഷ്യനായി മാറും. നിന്റെ കരങ്ങളിൽ ഫലമുണ്ടാകാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ പറ. നിങ്ങളുടെ കൈകൾ ഫലമുള്ളതാകാൻ പോകുന്നു. നിങ്ങളുടെ കണ്ണുകൾ ഫലമുള്ളതാകാൻ പോകുന്നു. നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ഫലമുള്ളതും ഫലം പുറപ്പെടുവിക്കുന്നതുമാക്കാൻ പോകുന്നു. നിങ്ങളുടെ അകത്തുനിന്ന് വരുന്ന വികാരങ്ങൾ, ചിന്തകൾ അത് യേശുവിൻ നാമത്തിൽ ഫലമുള്ളതാകാൻ പോകുന്നു. കാരണം ഇരുട്ടിന്റെ പ്രവൃത്തിയെ ശാസിക്കുന്ന അഭിഷേകമുള്ളവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓ മൈ ഗാഡ്, ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ ഞാനത് ഡിക്ലെയർ ചെയ്യാണ്. ദൈവത്തിന് പ്രസാദമായി ജീവിച്ചു കൊണ്ടിരുന്നിട്ട് ഇപ്പോൾ സാത്താന് പ്രസാദമുണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില മക്കളെ കരുണയോടെ ദൈവം നോക്കി രക്ഷിക്കുന്ന അത്ഭുതകരം നീട്ടി നിന്നെ പുറത്തെടുക്കുവാണ്. Mighty Spirit of God. Amen, amen, amen. എല്ലാ പാപത്തിന്റെ ശക്തികൾ അഴിഞ്ഞു തുടങ്ങട്ടെ. എല്ലാ ഭൗതിക തലങ്ങളിൽ ഇരുട്ടിന്റെ ശക്തി വ്യാപരിച്ചിരിക്കുന്ന അവസ്ഥകളെ ദൈവശക്തിയിൽ ക്രഷ് ചെയ്യുകയാണ്. എല്ലാ ആത്മീയ മേഖലയിൽ ഇരുട്ട് നിറയ്ക്കുന്ന ദുഷ്ടന്റെ സകല വ്യാപാര ശക്തിയും കാൽവറി ശക്തിയിൽ, പുനരുദ്ധാന ശക്തിയും ഞങ്ങൾ ബന്ധിക്കുകയാണ്. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കത്രേ വേണ്ടത്. അപ്പോൾ ശാസിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ വേണം? ഒന്ന് യോഗ്യത വേണം, അല്ലേ? 2 അധികാരം വേണം, 3 പദവി വേണം. അപ്പൊ ദൈവസന്നിധിയിൽ പദവി നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ശാസിക്കാനുള്ള പെർമിഷൻ ഉണ്ടാകത്തില്ല. എന്നാൽ തൊപ്പി പോയ പോലീസുകാരനെ പോലിരിക്കും, അല്ലെങ്കിൽ സസ്പെൻഷനിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥനെ പോലിരിക്കും. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒപ്പിന് ഒരു വിലയുമില്ല. കാരണം അദ്ദേഹത്തിന് ഒപ്പിട്ടിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറിന് പോലും വിലയില്ലാത്തൊരു സമയമാണ് സസ്പെൻഡായിട്ട് നിൽക്കുന്ന ടൈം. ഇത് ദൈവരാജ്യത്തിൽ നിന്ന് നിങ്ങൾ സസ്പെൻഡഡ് അല്ലെന്ന് ഉറപ്പുവരുത്തണം. നിങ്ങൾ സസ്പെൻഡഡ് അല്ലെന്ന് ഉറപ്പുവരുത്തണം. ആമേൻ. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമെന്ന് ഉറപ്പുവരുത്തുക. പരിശുദ്ധാത്മാവേ, എന്നെ റിസ്റ്റോർ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ പറയണം, ഇന്നു മുതൽ ഞാൻ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളൊരു വ്യക്തിയായി മാറും. ഇന്നു മുതൽ ഞാൻ സകല സൽഗുണവും നീതിയും സത്യവുമുള്ള വെളിച്ചത്തിൻ്റെ ഫലമുള്ള വ്യക്തിയായി മാറുമെന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ വാഗൊണ്ട് പറയണം. അത് ദുഷ്ടൻ കേൾക്കണം, അവൻ വിട്ടുപോകണം. വേഗത്തിൽ ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. 14-ാമത്തെ വാക്യം നോക്കിയേ. 13 വായിക്കേണ്ടതാണ്. 13 വായിച്ചേക്കാം. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. നമുക്കൊരു ഐഡിയ കിട്ടും. ഇത് നമ്മളെ ദൈവത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിർത്തുകയാണ് ഇരുട്ടിന്റെ ശക്തി. കണ്ടില്ലേ ഉപവാസം എത്ര വെച്ചു, കണ്ടില്ലേ സഭയിൽ പ്രാർത്ഥന വെച്ചു, കണ്ടില്ലേ നമ്മുടെ കയ്യിലുള്ള പൈസ മുഴുവൻ കൊടുത്തു, എന്നിട്ടും നമുക്കൊരു വിടുതൽ കിട്ടിയില്ല, അപ്പോൾ ദൈവവും നമ്മളെ കളഞ്ഞിട്ടേക്കുന്നു എന്ന നിലവാരത്തിൽ ഒരു വ്യക്തിയെ ദൈവത്തിന് എതിരാളിയാക്കി സൃഷ്ടിക്കുക, അല്ലെങ്കിൽ എതിരാളിയാക്കി തീർക്കുക എന്നുള്ളത് ഇരുട്ടിന്റെ പദ്ധതിയാണ്.
അതുകൊണ്ടാണ് ഇവിടെ ദൈവാത്മാവ് പറയുന്നത്, അവയെ ശാസിക്കുമ്പോൾ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരും എന്ന് പറഞ്ഞാൽ ബോധം കെട്ടപ്പെട്ടത് കൊണ്ടാണ് അത് പ്രവർത്തിക്കാത്ത. മനസ്സ് കുരുടാക്കി, ദുഷ്ടന്റെ ആത്മാവ് മനസ്സ് കുരുടാക്കി. ബോധം വന്നാലേ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിനകത്ത് സുബോധത്തോടെ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. പലരും സുബോധം ഇല്ലാതെ ചില കാര്യങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ബോധമില്ലാത്തതുകൊണ്ട്. ബോധം കെട്ടപ്പെട്ടു. കാരണം ഇരുട്ടാണ് നിയന്ത്രിക്കുന്നത്. അതാ പറയുന്നത്, ഇരുട്ടിനെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. ഇന്ന് ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയാം. നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ ഇപ്പോൾ പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, നിങ്ങളുടെ അവസരങ്ങളെല്ലാം ഇപ്പോൾ തടയപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ, ഒരു തെളിച്ചവും വെളിച്ചവും ഇല്ലാത്ത ഒരു ജീവിതത്തിനകത്താണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, അന്യ രാജ്യത്ത് നിങ്ങൾക്ക് ചെയ്യാൻ ഒരു പണിയുമില്ലാതെ നിങ്ങളെ ഇരുട്ട് തുറുങ്കിനകത്ത് നിങ്ങൾ ജയിലിൽ കിടക്കുന്നതിന് സമാനമായി നിങ്ങൾ ഈ സന്ദേശം നിങ്ങൾ ജീവിക്കുന്ന പാർക്കുന്ന റൂമിൽ ഇരുന്നു കൊണ്ട് കേൾക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ, ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ, ഏതെങ്കിലും ഒരു ഭവനത്തിനകത്ത് ജീവിതത്തിൽ കേട്ട ദൈവശബ്ദങ്ങളിൽ ഒരു തെളിച്ചമില്ലാതെ, ഒന്നിലും ഒരു വെളിച്ചവും കാണാനില്ലാതെ ഇരുട്ട് കുട പിടിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കർത്താവ് നിങ്ങളോട് അറിയിക്കുന്നു, ഇന്ന് സകല ഇരുട്ടിന്റെ പ്രവർത്തികളെയും അതിന്റെ വ്യാപാര ശക്തികളെയും അതിന്റെ സകല അവകാശത്തെയും ദൈവാത്മാവിൽ നിറഞ്ഞ് വിശ്വസിച്ച് ശാസിക്കാം. ചിലതൊക്കെ വെളിച്ചത്ത് വരാൻ സമയമായി. ചില സത്യങ്ങൾ വെളിച്ചത്ത് വരാൻ സമയമായി. നിങ്ങളുടെ നന്മകൾ വെളിച്ചത്തിൽ വരാൻ സമയമായി. നിങ്ങളുടെ ടൈം ദൈവം ഓപ്പൺ ആക്കുകയാണ്. The power of the God Jesus. 14-ാമത്തെ വാക്യം അതോടെ വായിച്ച് ഞാൻ നിർത്താൻ പോവുക, സമയമില്ല. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ഇതൊരു ആത്മീയ ഉണർവാണ്. ക്രിസ്തുവിന് സ്ഥാനമില്ലാത്ത ശുശ്രൂഷകൾ ശുശ്രൂഷയല്ല. യേശുവിന് മഹത്വം ലഭിക്കാത്ത, യേശു എന്നൊരു പേര് പോലും പറയാത്ത, രക്ഷയ്ക്ക് കാരണഭൂതനാകുന്നവനെ സ്മരിക്കാത്ത ഒരു മെസ്സേജ് അല്ല. യേശുവിനെ ഓർക്കാത്ത ഒരു ജീവിതമേ അല്ല. ദൈവത്തിന് പ്രസാദമില്ലാത്ത പ്രസംഗങ്ങൾ, ദൈവത്തിന് പ്രസാദമില്ലാത്ത സന്ദേശങ്ങൾ, ദൈവത്തിന് പ്രസാദമില്ലാത്ത പ്രവർത്തികൾ, ഇതൊന്നും ദൈവരാജ്യത്തിൽ അക്കൗണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. എൻ്റെ പേർക്ക് ക്രെഡിറ്റ് വരുന്ന കാര്യങ്ങളല്ല. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്നാണ് പറയുന്നത്. ക്രിസ്തു എന്നാൽ അഭിഷിക്തൻ, അത് ക്രിസ്തു, അത് യേശുവാണ്. യേശു എൻ്റെ മേൽ പ്രകാശിക്കൂ എന്ന് പറയേണ്ട എന്തേലും ആവശ്യം ഉണ്ടോ? യേശുവിന് ആത്മലോകത്തിലൊരു സ്ഥാനമില്ലെങ്കിൽ, പ്രാധാന്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സ്ഥാനമില്ലെങ്കിൽ, എല്ലാം പിതാവ് മാത്രമാണ് എന്ന് പറയുകയും, യേശു കേവലം ഒരു പ്രവാചകൻ മാത്രമാണ് എന്ന് പറയുകയും, യേശുവിനെ അങ്ങനെ ആരാധിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയുകയും, യേശുവിന് പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിയിൽ സ്ഥാനം, അങ്ങനെ ഭയങ്കര വലിയ സ്ഥാനം ഒന്നും കൊടുക്കണ്ട എന്ന് പറയുകയും ചെയ്യുന്നു എങ്കിൽ, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് എന്തിന് വെളിപ്പാടുകളുടെ ആധിക്യമുള്ള പൗലോസ്ലീഹ പറഞ്ഞു? അല്ലെങ്കിൽ എന്തിന് വേദ പണ്ഡിതന്മാർ ബൈബിളിനകത്ത് അങ്ങനൊരു വാക്യം കളയാതെ കൂട്ടിച്ചേർത്തു? This is very important. ഹല്ലേലൂയ. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. എന്തുകൊണ്ടാണ് ഉണർവുകൾ മങ്ങിപ്പോകുന്നതെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിന് പ്രയോറിറ്റിയും ക്രിസ്തുവിന് സ്ഥാനവും ക്രിസ്തുവിനെ നമ്മൾ സ്മരിക്കാത്തതും ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്താത്തത് കൊണ്ടുമാണ്. നമ്മുടെ മനസ്സിൽ ഏറ്റവും നന്നായി പ്രസംഗിക്കുന്ന ഒരാളുടെ പേര് വേണ്ട. ഏറ്റവും ശക്തമായി ദൈവകയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരഭിഷിക്തൻ്റെയും പേര് വേണ്ട. അതിന് യോഗ്യനാക്കി നിർത്തിയിരിക്കുന്ന യേശുവിന് മഹത്വം. ആമേൻ, ഹല്ലേലൂയ. യേശുവിന് മഹത്വം. ഒരു മനുഷ്യനെ കൊണ്ടും ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാതെ ഒന്നും ചെയ്യാനൊക്കത്തില്ല എന്നതാണ് സത്യം. യേശുവിൻ്റെ ആത്മാവില്ലാതെ
ഒരിക്കൽ പൗലോസ് എന്താ പറഞ്ഞേ? ആസ്യയിലേക്ക് പോകാൻ ഞാൻ തുനിഞ്ഞപ്പോഴോ യേശുവിൻ്റെ ആത്മാവോ എന്നെ സമ്മതിച്ചില്ലെന്ന് അപ്പോസ്തല പ്രവർത്തികളിൽ പറയും. യേശുവിൻ്റെ ആത്മാവ്, അതാണ് പരിശുദ്ധാത്മാവ്. യേശുവിൻ്റെ ആത്മാവോ എന്നെ സമ്മതിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തു നോക്കുക, എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്തു പ്രകാശിക്കണം അനുദിനം. ഒരു ദിവസം രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ക്രിസ്തു എൻ്റെ മേൽ പ്രകാശിക്കട്ടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നോക്കിയേ. ക്രിസ്തു എൻ്റെ മക്കളെ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ദൈവമക്കളെ, സഹോദരികളെ, സഹോദരന്മാരെ ഒന്ന് ടൈപ്പ് ചെയ്ത് തരാം. ക്രിസ്തു ഇങ്ങനെ എഴുതുക, ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ. വായിക്കുന്നവന് ആമേൻ എന്ന് പറയാൻ തോന്നും. ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ. ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ. ക്രിസ്തു നിങ്ങളുടെ മേൽ. ഒരാത്മീയ ഉണർവ് ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കുമ്പോഴാണ്. ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആത്മീയ ഉണർവ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയാം, ഇരുട്ടിൻ്റെ പ്രവർത്തികളെ ശാസിക്കാനുള്ള ലീഗൽ റൈറ്റ് എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുമ്പോഴാണ്. ഇന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ട് അങ്ങനെ ഒരു ലീഗൽ അതോറിറ്റി ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാൻ? ഇനി മെസ്സേജ് കണ്ടിന്യൂ ചെയ്യാനുള്ള ടൈം നമ്മുടെ മുമ്പിലില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഒരു ഉണർവ് നമ്മുടെ ജീവിതത്തിൽ, ഒരു ആത്മീയ ഉണർവ് നമ്മുടെ ജീവിതത്തിൽ. ഉണർവിനെ തടയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തി എന്തും ചേർക്കാം കേട്ടോ. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ നമുക്ക് മാത്രം ശരിയെന്ന് തോന്നുന്നതും മറ്റുള്ളവർ ആര് നോക്കിയാലും തെറ്റ് എന്ന് പറയാൻ കഴിയുന്നതും നമുക്ക് മാത്രം ഒരു ഗുണവുമില്ലാത്ത ചില സുഖങ്ങൾ ലഭിക്കുന്നതും മറ്റുള്ളവർക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്തതുമാകുന്ന സകലതുമാകുന്നു ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അടിമത്തത്തിനകത്ത് നിങ്ങൾ കിടക്കുന്നുവെങ്കിൽ ഈ സമയം ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇരുട്ടിൻ്റെ പ്രവൃത്തികളാണ്, അതിനകത്തുനിന്ന് പുറത്തു വരണം. എന്തെങ്കിലുമൊക്കെ പാപം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ദൈവം നിന്നെ രക്ഷിക്കും. സുഹൃത്തെ, ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. ക്രിസ്തുവേ എൻ്റെ മേലൊന്ന് പ്രകാശിക്കണമെന്ന് ദാഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. നമ്മുടെ മേൽ കർത്താവിൻ്റെ ആത്മാവ് വരട്ടെ. ഈ സെക്കൻഡിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇരുട്ടിൻ്റെ ശക്തികൾ അഴിഞ്ഞു മാറും. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ തകരും. ദുരാത്മാക്കളുടെ സ്വാധീന വലയങ്ങൾ തകരാൻ പോവുകയാണ്. ദുഷ്ടാത്മാക്കളാൽ ഭരിക്കപ്പെടുന്ന, ദുരാത്മാവിനാൽ ഭരിക്കപ്പെടുന്ന ചില ശരീരങ്ങൾ ഇന്ന് ഫ്രീ ആവും. ദുരാത്മാവിനാൽ ഭരിക്കപ്പെടുന്ന വ്യക്തികൾ, നിങ്ങളുടെ ഇമോഷൻസിനകത്ത്, വികാരങ്ങൾക്കകത്ത് പൈശാചികതകൾ നിറച്ചിരിക്കുന്ന അവസ്ഥകൾ വ്യക്തമായി ദൈവാത്മാവ് എനിക്ക് സ്പിരിറ്റിൽ ഒരു ഗൈഡൻസ് തരുന്നു. അത് ഡിക്ലെയർ ചെയ്യാൻ. ഇമോഷൻസിനകത്ത് പൈശാചിക സ്വഭാവങ്ങൾ നിറച്ചിരിക്കുന്നു, വികാരങ്ങൾക്കകത്ത് സാത്താനീയമാകുന്ന കൾച്ചർ നിറച്ചിരിക്കുന്നു. ഗോഡ്സ് അഫഥ റീലം ദോറാമ സന്ത കെതൽതോറിയ ഗകബകകതലബകയബ. ഇന്ന് കർത്താവിന്റെ ആത്മാവ് ശാസിക്കാൻ പോവുകയാണ്. ചില ബോഡി ഫ്രീ ആകും, ചില ശരീരങ്ങളിൽ ഇത് ഫ്രീ ആകും, ചില സോൾ ഇന്ന് ഫ്രീ ആകും. നന്നായിട്ട് ഞാനിത് പറയുമ്പോൾ തന്നെ ചിലരുടെ ശരീരത്തിൻ്റെ മേൽ തീ ഇറങ്ങുകയും എന്ന് പുഴു പെടയുന്നത് പോലെ, പുഴു തീയിൽ വീണാൽ എങ്ങനെയാണ് ആ നിലകളിൽ അവരുടെ ശരീരം ഇപ്പോൾ റിയാക്ട് ചെയ്യുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ ദുഷ്ടന്റെ സ്വാധീനങ്ങൾ ആമേൻ നമ്മളിൽ നിന്ന് പുറത്തു പോകുന്നൊരു ടൈമാണ്. ഒരു ഉണർവ് ഇതിനകത്ത് ആരംഭിക്കുകയാണ്. യഫത ഇൻ ജീസസ് മിനിസ്ട്രീസിൽ ഒരു ഉണർവ് ആരംഭിക്കുകയാണ്. അതിനെ തടയുന്ന സകല ദുഷ്ട പൈശാചികതകളോട് കൽപ്പിക്കുന്നു, വിട്ടുമാറ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ഒരു വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥിച്ച്, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥിച്ച്, ദുഷ്ടശക്തികളെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥിച്ച്, നിങ്ങളുടെ ബോഡിക്ക് ഒരു ഫ്രീ വേണമെങ്കിൽ പ്രാർത്ഥിച്ച, മനസ്സിനൊരു സ്വാതന്ത്ര്യം വേണമെങ്കിൽ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ മേഖലകളിൽ ഒരു സ്വാതന്ത്ര്യം വേണമെങ്കിൽ, ആത്മീയ മേഖലയിൽ സ്വാതന്ത്ര്യം വേണമെങ്കിൽ, ആമേൻ, സ്വഭാവത്തിന് ഒരു വിടുതൽ വേണമെങ്കിൽ പ്രാർത്ഥിക്കുക. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുക. സ്വർഗം അത് ചെയ്യട്ടെ. ഇന്ന് രാത്രി ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ അതിന്മേലൊരു ദൈവിക വിടുതൽ. പ്രാർത്ഥിക്കുക. എല്ലാ ദൈവമക്കളും എല്ലാവരും ആത്മാവിൽ സ്പിരിറ്റ് ഓഫ് ദ ഗോഡ് പ്രാർത്ഥിക്കുക. ആ ദൈവശക്തി ചിലരെ തൊട്ടു തുടങ്ങുകയാണ്. ഇരുട്ടിന്റെ പ്രവൃത്തികളെ ശാസിക്കുവാൻ ദൈവം തന്ന അധികാരത്തോടെ, ഇരുട്ടിന്റെ പ്രവൃത്തികളെ ശാസിക്കുവാൻ യേശു തന്ന അധികാരത്തോടെ കൽപ്പിക്കുന്നു. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലുള്ള ജനത്തിന്മേൽ
ശുശ്രൂഷകന്മാരുടെ മേൽ, കുടുംബത്തിന്മേൽ, ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് കൊതിയുള്ള മക്കളുടെ മേൽ, അവരുടെ ശരീരങ്ങളോട്, അവരുടെ പ്രാണനോട്, അവരുടെ ആത്മാവോട്, നന്മകളോട്, സ്വഭാവത്തോട് പോരാടുന്ന സകല ഇരുട്ടിന്റെ പ്രവൃത്തികൾ, ആരോഗ്യത്തോട് പോരാടുന്ന സകല ഇരുടിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, പുറത്തു വരിക. ആത്മാവിൽ പ്രാർത്ഥിച്ചേ. അന്യഭാഷകൾ ലഭിച്ച ജനം അന്യഭാഷകളിൽ പ്രാർത്ഥിക്കട്ടെ. അന്യഭാഷകൾ ലഭിച്ച ജനം അന്യഭാഷകളിൽ പ്രാർത്ഥിക്കട്ടെ. സകല നന്മകളും മുടക്കി, സകല വഴികളും അടച്ച്, നിരാശയ്ക്കകത്ത് കൂപ്പുകുത്തി മുട്ടിടിച്ചു വീണ അവസ്ഥയിൽ നിൽക്കുന്ന ചില വ്യക്തികളുടെ വഴികൾ തുറക്കുവാണ്. വഴികൾ തുറക്കുവാണ്. വഴി തുറന്നു തരികയില്ലെന്നും വഴിയിൽ നിന്ന് മാറുകയില്ലെന്നും വെല്ലുവിളിക്കുന്ന സകല ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ ദൈവശക്തിയിൽ അതിനെ ഡീൽ ചെയ്ത് കീഴടക്കും. വാഗ്ദത്തങ്ങൾ ഇന്നും മുടങ്ങിക്കിടക്കുക. വെളിച്ചം കാണാനില്ല. ദൈവിക പ്രാമിസുകൾ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. വെളിച്ചം കാണാനില്ല. ഇന്നും പലതും സ്വപ്നങ്ങളായി മാത്രം നിൽക്കുമ്പോൾ, പലതിന്മേലും ഒരു പൂർണ്ണ ജയമെടുക്കാൻ കഴിയാതിരിക്കുമ്പോ ഈ സമയം ആരെയോ ദൈവം ശക്തമായി ഇറങ്ങി ബലപ്പെടുത്തുകയാണ്. നിന്നെ വെളിച്ചത്തിന്റെ മക്കളാക്കി ദൈവം എണ്ണിയിരിക്കുക. ഇപ്പൊ നിന്നെ പിന്തുടരുന്ന സകല പാരമ്പര്യത്തിന്റെ ശക്തികൾ, സകല ഇരുട്ടിന്റെ അവകാശങ്ങൾ, പിന്തുടർച്ചകൾ ഈ സെക്കൻഡ് യേശുവിന്റെ നാമത്തിൽ അത് ക്യാൻസൽ ആകുന്നു. വിടുതൽ, വിടുതൽ. എനിക്കറിയാം പല ശരീരങ്ങളുടെ മേലും ദൈവിക സൗഖ്യങ്ങൾ ഇറങ്ങുന്നു. പലരുടെ മേലും ദൈവിക ശക്തിയും ദൈവിക വിടുതലും ഈ സമയം സംഭവിക്കുന്നു. കുടുംബങ്ങൾക്കകത്ത്, ഭവനങ്ങൾക്കകത്ത്, വ്യക്തി ജീവിതങ്ങൾക്കകത്ത്, മക്കളുടെ മേലെല്ലാം വാഴുന്ന സകല ദുഷ്ടാരൂപിയുടെ സ്വാധീന വലയങ്ങൾ, അവന്റെ സകല കൾച്ചർ ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കെട്ടുപോട്ടത്. ഭയങ്കരമായി ദുഷ്ട സ്വഭാവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഈ ലസ്റ്റ്ഫുൾ തോട്ട്സ്, അഡൽട്ടറി, ആ നിലകളിലെല്ലാം അടിമപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികൾ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. ദൈവാത്മാവ് എനിക്കത് വ്യക്തമായി എൻ്റെ സ്പിരിറ്റിൽ ബോധ്യം തരുന്നു. ചില പാപചിന്തകൾ, പാപകരമാകുന്ന ദുരാത്മാക്കൾക്ക് യഥേഷ്ടം നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇമേജുകൾ, വീഡിയോസ്, അതിനെല്ലാം കീഴ്പ്പെട്ടിരിക്കുന്ന ചിന്തകൾ, കീഴ്പ്പെട്ടിരിക്കുന്ന സ്വഭാവങ്ങൾ, അതിന് കീഴ്പ്പെട്ടിരിക്കുന്ന അത് വളരെ കുറ്റബോധത്തോടെ ഈ സമയം അതിൽ നിന്ന് എനിക്കൊരു സ്വാതന്ത്ര്യം വേണം അപ്പാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് കരുണയോടെ തൊടുന്നത് എനിക്ക് വ്യക്തമായിട്ട് എൻ്റെ സ്പിരിറ്റിൽ എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. വ്യക്തമായി അങ്ങനെ തന്നെ ദൈവം അവരെ കരുണയോടെ തന്നെ കൈക്കൊള്ളുകയാണ്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ദൂഷ്യ സ്വഭാവം നിങ്ങളിലുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് വായിച്ച ആ തിരുവെഴുത്ത് പ്രകാരം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:7 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, അതിൻ്റെ 12-ാമത്തെ അതിന്റെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:11 പറയുന്നു, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവർ ഗൂഢമായി ചെയ്യുന്നത്. അപ്പോൾ ഇരുട്ടിന്റെ പ്രവൃത്തികളിൽ അല്ലെങ്കിൽ ഇരുട്ടിന്റെ കടന്നുകയറ്റത്തിൽ പ്രവൃത്തികളുണ്ട്. ഇരുട്ട് കടന്നാൽ ഇരുട്ടിന്റെ പ്രവൃത്തി നമ്മൾ ചെയ്തു പോകും, ചെയ്യിക്കും. അവർ ഇരുട്ടത്ത് ചെയ്യുന്നത് വെളിച്ചത്ത് നമുക്ക് പറവാൻ പോലും ലജ്ജയാകുന്നു എന്ന് പറയുമ്പോൾ, പൊതുസമൂഹം ലജ്ജ എന്ന് പേർ വിളിക്കുന്നത് ഒരു ദൈവ മനുഷ്യനെ കൊണ്ട് ചെയ്യുമ്പോൾ അവൻ വീണ്ടും അവന്റെ ലോകത്തിരുന്നു കൊണ്ട് അട്ടഹസിക്കുകയാണ് സാത്താൻ. കാരണം വീണ്ടും ഒരു ദൈവദ്വേഷിയെ ഞാൻ ജീവിപ്പിച്ചിരിക്കുന്നു എന്ന് സാത്താൻ പറയുകയാണ്. എന്നാൽ ഇന്ന് അതിനെ ശാസിക്കുക സഹോദര സഹോദരി. ദൈവം നിന്നെ കരുണയോടെ കൈക്കൊള്ളുകയാണ്. നിന്റെ മുമ്പിൽ നരകം അടയും, നിനക്ക് സ്വർഗം തുറന്നു കിട്ടും.
നീ ഇന്ന് തിരിച്ചു വരിക, ദൈവത്തിൻ്റെ ആത്മീയ പദവിയിലേക്ക് കയറുക. ആത്മീയ ഉണർവ് നിന്നിൽ നിന്ന് കർത്താവ് എന്നോട് വ്യക്തമായ ഒരു മെസ്സേജ് പറയുന്നല്ലോ. നിന്നിൽ നിന്ന് ആത്മീയ ഉണർവ് നഷ്ടപ്പെട്ടതിൻ്റെ കാരണം ഈ പാപ സ്വഭാവമാണ്. ഒരുവനിൽ നിന്ന് ആത്മീയ ഉണർവ് നഷ്ടപ്പെടുന്നത് ഈ ഒരു വശ്യത്തിനകത്ത് അകപ്പെടുമ്പോഴാണ്. ഒരുവനിൽ ആത്മീയ ശക്തി കെട്ടുപോകുന്നത് ഇങ്ങനെയുള്ള പാപകരമാകുന്ന ചിന്തകൾക്കകത്ത് അവൻ തുടരുമ്പോഴാണ്. എന്നാൽ അത് വരുമ്പോൾ തന്നെ അതിനെ ക്യാൻസൽ ചെയ്താൽ, അതിനെ റെസിസ്റ്റ് ചെയ്താൽ, അതിനെ ജയിച്ചാൽ ദൈവം അവനെ അധികം ഉപയോഗിക്കും. പല ഭാഗ്യങ്ങളും പല വിടുതലുകളും നന്മകളും തടയപ്പെടുന്നത് ഇങ്ങനെയുള്ള സ്വാധീന വലയങ്ങൾക്കകത്ത് നാം കുടുങ്ങിപ്പോകുമ്പോഴാണ്. രക്ഷപ്പെടുക. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. ദൈവത്തിൻ്റെ ഉണർവിൻ്റെ ഭാഗമായി തീരുക. ദൈവത്തിന് ഇനിയും ഒരു സ്മിത്ത് വിഗിൽസ്വർത്തിനെ വേണം. ദൈവത്തിന് ഇനിയും DL മൂഡിമാരെ വേണം. ദൈവത്തിന് ഇനിയും റെയ്നാഡ് ബോങ്കെമാരെ വേണം. ദൈവത്തിന് ഇനിയും സാധു സുന്ദർ സിംഗിനെ പോലുള്ളവരെ വേണം. ഹോ ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്, ഹോ ഹല്ലേലൂയ. അതിനുവേണ്ടി കൊതിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയം കർത്താവേ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിച്ച് എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മീയ വീര്യത്തെ എനിക്ക് മടക്കി തരണമേ എന്ന് താഴ്മയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ ആമേൻ ആമേൻ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പാ, ഞാനിതാ ഈ സന്ദേശത്തിങ്കൽ മടങ്ങി വരുന്നു എന്ന്. അപ്പാ, എന്നെ കൈക്കൊള്ളണമേ എന്ന്. അപ്പാ, എന്നെ ജീവിപ്പിക്കണമേ എന്ന്. അപ്പാ, നിന്റെ മകൻ മടങ്ങി വന്നിരിക്കുന്നു എന്ന് ഇന്ന് പറയാൻ കഴിയുമെങ്കിൽ അവിടുന്ന് കരുണയോടെ നിങ്ങളെ ചേർത്തുകൊള്ളും. ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ. പിതാവേ, ഈ സന്ദേശം അങ്ങയുടെ നാമമഹത്വത്തിനായി സമർപ്പിക്കുകയാണ്. ഈ സന്ദേശത്തിൻ്റെ മേൽ യഹോവ പ്രസാദിക്കട്ടെ. ഈ സന്ദേശത്തെ യഹോവ അഭിഷേകം ചെയ്യട്ടെ. ഈ സന്ദേശം കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് യഹോവ എത്തിക്കുമാറാകട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമമഹത്വത്തിനായി ഈ സന്ദേശം പുതിയ ജനങ്ങളിലേക്ക്, ഇതാവശ്യമുള്ളവരുടെ പക്കലേക്ക് യഹോവ എത്തിക്കുമാറാകട്ടെ. വലിയ ദൈവ മഹത്വം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ഒരു ആത്മീയ ഉണർവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കൊതിയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ ജനത്തെയും അവിടുന്ന് കരുണയോടെ കൈക്കൊണ്ടതിനായി സ്തോത്രം. ഇവരെ ഞാൻ യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. മഹത്വം മുഴുവൻ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമക്കളെ, ഞങ്ങളുടെ ഈ മീറ്റിങ്ങിൻ്റെ ലിങ്കുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മീറ്റിങ്ങിൻ്റെ ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ യൂട്യൂബിലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതായത് ഈ മീറ്റിംഗ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽ കൊടുത്തിരിക്കുന്ന ആ ബോക്സ്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ മാത്രമായിരിക്കും ഞങ്ങളുടെ ഈ ചാനലിലെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ മീറ്റിങ്ങിലെ എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനി മുതൽ ലഭിക്കുക. നിങ്ങൾക്ക് വ്യക്തിപരമായി മീറ്റിംഗ് ലിങ്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്നവരാണ്, ഈയിടെയായി അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനകത്ത് എല്ലാ വിശദാംശങ്ങളും മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ ലിങ്കുകളും നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ തന്നെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്കോ അല്ലെങ്കിൽ ലൈവ് ചാറ്റ് ബോക്സിലേക്കോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ ഞങ്ങളെ അറിയിച്ചാട്ടെ. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. കർത്തൻ നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ഗോഡ് ബി വിത്ത്